നമസ്കാരം. കേരള കുരുക്ഷേത്രം നേമം നിയമസഭാ മണ്ഡലത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രവചനാതീതമായ മത്സരം നടക്കുന്ന എണ്ണപ്പെട്ട മണ്ഡലങ്ങളിൽ ആദ്യത്തേത് എന്ന് നേമത്തെ വിളിക്കാം. LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ് നേമം. വി ശിവൻകുട്ടി എന്ന MLA ഒരിക്കൽ കൂടി വിജയവഴി വെട്ടിപ്പിടിക്കാൻ CPIM അവതരിപ്പിക്കുന്നു. ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത ഇത് BJPക്ക് കേവലമായ വിജയപ്രതീക്ഷയുള്ള മണ്ഡലം എന്നതിനപ്പുറത്തേക്ക് വിജയമുറപ്പിക്കുന്ന മണ്ഡലം എന്നതുകൊണ്ട് കൂടിയാണ് കേരളത്തിൽ നേമം ഏറ്റവും പ്രസക്തമാകുന്നത്. UDFനും ചെറുതല്ല പ്രതീക്ഷകൾ. ചർച്ച തുടങ്ങുന്നു. നിലപാടുകൾ വിശദീകരിക്കാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രീ രാമേന്ദ്രൻ നായർ CPIM ജില്ലാ കമ്മിറ്റി അംഗം, ശ്രീ JR പത്മകുമാർ BJP സംസ്ഥാന വക്താവ്, ശ്രീ GV ഹരി കോൺഗ്രസിൻ്റെ KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. ആദ്യം ശ്രീ രാമേന്ദ്രൻ നായർ, ഇത്തവണ ഏറ്റവും കനത്ത പോരാട്ടം നടക്കുന്നുവെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ് നേമം. ഒരു ഈസി വാക്ക് ഓവർ കിട്ടുമെന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കൗണ്ട് തുറക്കുന്നത് ഇവിടെ നിന്നായിരിക്കുമെന്ന് വളരെ പ്രായോഗിക ബുദ്ധിയോടെ അവരുടെ കേന്ദ്ര നേതൃത്വം പോലും വിലയിരുത്തുകയാണ് നേമത്ത്. നിങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി വിജയിക്കാനാകുമോ? അങ്ങനെ വിജയിച്ചാൽ ആ വിജയം എളുപ്പത്തിൽ നേടാനാകുമോ? നേമം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥി സഖാവ് ശിവൻകുട്ടി നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. അത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്ന്, കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അതിനുമുമ്പ് തിരഞ്ഞെടുപ്പുകളെല്ലാം പരിശോധിച്ചാലും ഈ ലോക്കൽ ബോഡീസ് തിരഞ്ഞെടുപ്പിൽ BJP കുറച്ച് സീറ്റ് ഇവിടെ നേടി എന്നുള്ളത് ശരിയാണ്. എന്നാൽ മണ്ഡലത്തിലെ ആകെ വോട്ട് പരിശോധിക്കുമ്പോൾ 4000-ഓളം അടുപ്പിച്ച വോട്ട് LDF മുന്നിലാണ് ലോക്കൽ ബോഡീസ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഗവൺമെൻറ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളും നേമത്തെ ജനങ്ങളും നല്ലവണ്ണം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ 5 വർഷക്കാലം അതിനു മുമ്പ് ഈസ്റ്റ് മണ്ഡലമായിരുന്നപ്പോൾ 2 തവണയും MLA ആയിരുന്ന ശിവൻകുട്ടി ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ, അപ്പോൾ അതെല്ലാം കൂടെ ആകെ പരിശോധിക്കപ്പെടുമ്പോൾ വളരെ അനായാസമായി തന്നെ ശിവൻകുട്ടിക്ക് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഈ മണ്ഡലത്തിലുണ്ട്. JR പത്മകുമാർ, BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമാണ്, വിജയമുറപ്പിക്കുന്ന മണ്ഡലമാണ് നേമം. പക്ഷേ തിരുവനന്തപുരത്തെ എല്ലായ്പ്പോഴത്തെയും മത്സരം BJP വിജയിക്കും, ഞങ്ങൾക്ക് ഉറപ്പുള്ള മണ്ഡലം, ഞങ്ങൾ അക്കൗണ്ട് തുറക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുകയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴൊക്കെ അവസാനം നിങ്ങളെ ചതിക്കുന്ന നിലയാണ് ചരിത്രം സമീപകാലത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്. ഇത്തവണയും നിങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ട്, പക്ഷേ അവസാനം ചതിക്കപ്പെടും, അല്ലെങ്കിൽ അവസാനം ആ പ്രതീക്ഷകൾ തച്ചുടയ്ക്കപ്പെടും എന്ന പേടിയുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ വളരെ മുമ്പും ഒന്നും ഉണ്ടാകാത്ത ഒരു വർദ്ധിച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ രാമേന്ദ്രൻ സാർ ഇവർക്ക് കണക്ക് പറഞ്ഞു, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ കൗൺസിലർമാരുള്ള ജയിപ്പിച്ചെടുത്ത ഏക പാർട്ടി BJP ആണ്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് നന്നായി അറിയാവുന്നുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ എന്താ സ്ഥിതി, 10000 വോട്ടിൻ്റെ ലീഡ് ആ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മൊത്തത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം, 2 മുന്നണികളും മാറി മാറി ഭരിച്ച് കേരളത്തെ ഇന്ന് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്ന ഈ അവസ്ഥ, ഇതിൽ നിന്നൊരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം BJPക്ക് അനുകൂലമായിട്ട് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ കാരണം കഴിഞ്ഞ LDF അല്ലെങ്കിൽ UDF എന്നുള്ളൊരു ചിന്താഗതി ആണ് ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടായത്. കാര്യം ഒരാളിനെ വെറുപ്പ് തോന്നുമ്പോൾ മറ്റൊരാളെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ സ്ഥാനത്ത് ഒരു തേർഡ് ഓപ്ഷൻ, ജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സഖ്യം എന്നുള്ള നിലയിൽ NDA മുന്നോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വളരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം NDA ആണ് അല്ലെങ്കിൽ BJP ആണെന്ന് തെളിയിച്ചിട്ടുണ്ട്. GV ഹരി, ഇത് LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. വീണ്ടും ഒരിക്കൽ കൂടി വിജയിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം അവർക്കുണ്ട്. BJP ആവട്ടെ ഏറ്റവും നല്ല ഫൈറ്റ് അതിനെതിരെ കാഴ്ചവെക്കാമെന്ന പ്രതീക്ഷയിലാണ്. അത് വസ്തുതയുമാണ്. BJP കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള വോട്ട് വളർച്ച നേട്ടം നമുക്ക് മുമ്പിൽ കണക്കുകളായി ഉണ്ട്. ഇതിനിടയിൽ എന്ത് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ? ഇതെല്ലാം കണക്കുകൾ മാത്രമാണ്. നമുക്കറിയാം, നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, എല്ലാ പ്രാവശ്യവും നേമത്തെ സംബന്ധിച്ചിടത്തോളം നേമത്തിലെ ഉറച്ച സീറ്റായിട്ടാണ് BJP നിയമം കാണുന്നത്. പക്ഷേ എവിടെയൊക്കെ ശ്രീ രാജഗോപാൽ മത്സരിച്ചിട്ടുണ്ടോ അദ്ദേഹം എല്ലായിടത്തും അദ്ദേഹം പരാജയപ്പെട്ട ചരിത്രമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇത്തവണ LDFിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് രാമേന്ദ്രൻ സാർ സൂചിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞ വികസനമെന്നാണ്. ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ
കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ വികസനത്തിൻ്റെ സുവർണ്ണ മഴ പെയ്യിച്ചിട്ടാണ് ശ്രീ ഉമ്മൻചാണ്ടിയെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ 139 നിയോജക മണ്ഡലങ്ങൾ ആ വികസനത്തിൻ്റെ ഒരു ചെറിയ ഒരു അലയൊലികൾ എത്തിയിട്ടുണ്ട്. പക്ഷേ നിയമത്തിൽ എന്ത് വികസനമാണെന്നാണ് പറയുന്നത്? നിയമത്തൊരു വികസനവും നടന്നിട്ടില്ല. കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസനത്തെക്കുറിച്ച് ഒരു പുസ്തകം അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. ആ പുസ്തകം നോക്കിയാൽ ആ പുസ്തകത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ചെയ്യാൻ പോകുന്ന വികസനത്തിന് മുഴുവൻ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ നിയമത്തൊരു വികസനവും നടന്നിട്ടില്ല. BJPയുടെ പ്രതീക്ഷ അസ്ഥാനത്താണ്. കാരണം സ്വാഭാവികമായിട്ടും BJP പറയുന്നത് ഇത്തവണ അവർ അധികാരത്തിൽ വരുന്നതാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത്തവണ ഈ ഭരണ തുടർച്ച ഈ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ നേമം നിയോജക മണ്ഡലം തീർച്ചയായും UDF-നുണ്ടാവും. രാമേന്ദ്രൻ നായർ, UDF-ന്റെ ആത്മവിശ്വാസം കേരളത്തിലേറെ വികസനം ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ്. അതിനവർക്ക് ചൂണ്ടിക്കാണിക്കാൻ നിരവധി ഉദാഹരണങ്ങളുണ്ട്. അതൊരു പരമാർത്ഥമാണ്. കുറേയധികം കാര്യങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തിട്ടുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങളായി തന്നെ എടുത്തു കാണിക്കാനുണ്ട്. പക്ഷേ നേമത്ത് ഇദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ വിമർശനം. അതിന് താങ്കൾക്ക് തിരുത്തുണ്ടോ? എന്തിനു വേണ്ടിയാണ് വി ശിവൻകുട്ടിക്ക് വീണ്ടും വോട്ട് ചെയ്യേണ്ടത്? എന്തിൻ്റെ തുടർച്ചയ്ക്കാണ്? ഒരു ഗവൺമെൻറ് കൊണ്ടുവന്ന നേട്ടങ്ങളും നിയമമണ്ഡലത്തിലെ MLA നേട്ടങ്ങളും തമ്മിൽ താരതമ്യപ്പെടുത്താൻ പാടില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കിയ നേട്ടങ്ങളും UDF ഗവൺമെൻറ് നടപ്പിലാക്കിയ നേട്ടങ്ങളും തമ്മിലാണ് താരതമ്യം ചെയ്യേണ്ടത്. ഈ കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ വികസനത്തിനും കാരണക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ കേരളത്തിൽ പാവപ്പെട്ടവരെ തലചായ്ക്കാൻ ഇടം കൊടുത്ത ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ കേരളത്തിൽ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ മാവേലി സ്റ്റോർ ഉൾപ്പെടെ, നീതി സ്റ്റോർ ഉൾപ്പെടെ, കൺസ്യൂമർ ഫെഡ് ഉൾപ്പെടെ പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിക്കൊണ്ട് 14,000 റേഷൻ കടകൾ ഈ കേരളത്തിൽ സ്ഥാപിച്ച് വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ നടപടിയെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റാണ്. ഈ കേരളത്തിൽ എഴുതാനും വായിക്കാനും അറിയാത്ത ജനങ്ങൾക്ക് 100% ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്ന സാക്ഷരതാ മിഷൻ കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനം നിൽക്കുന്ന കേരളമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് വികസന പ്രവർത്തനം നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയത്? 1978 ഈ രാമേന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം, കഴക്കൂട്ടം മുതൽ കന്യാകുമാരി കളിക്കവളയുള്ള 42 കിലോമീറ്റർ ബൈപ്പാസ് 1978 തുടങ്ങിയത്. ഇന്ന് എവിടെ നിൽക്കുന്നു? 20 കിലോമീറ്റർ ഭാഗികമായി 2 വരി. ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അതിലിപ്പോൾ അനക്കം വെച്ചത്. നിങ്ങൾ കൊല്ലം ബൈപ്പാസ് എടുത്ത് നോക്കുക, ഏകദേശം 1980 തുടങ്ങിയത്. 2 വരി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആലപ്പുഴ ബൈപ്പാസ് ഏകദേശം ആ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്. പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്ത് വികസനമാണ് നടത്തിയിട്ടുള്ളത്? വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞു. വിഴിഞ്ഞത്തിൻ്റെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. 2015 മെയ് മാസം 26-ന് BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. 28-ന് ഷിപ്പിംഗ് വകുപ്പ് സെക്രട്ടറി ഓർഡർ ഇറക്കി ഇത് ഫയൽ ക്ലോസ് ചെയ്തു. വിഴിഞ്ഞം ഈസ് നോട്ട് ഫീസിബിൾ, ഇറ്റ് വിൽ ഈറ്റ് വല്ലാർപാടം എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തത്. ഇവിടെ മത്സരിക്കുന്ന രാജഗോപാൽ ഉൾപ്പെടെ തിരുവനന്തപുരം വികസന സമിതിയുടെ പേരിൽ കൊണ്ടുപോയി നിവേദനം കൊടുത്തതിന് ശേഷമാണിത് അനക്കം തട്ടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടുത്തെ ആരോഗ്യ പ്രശ്നം, ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രശ്നം, ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയിലെ ജനസംഖ്യ അറിയാം 125 കോടി, കേരളത്തിൻ്റെ 3.5 കോടി. ഇന്ത്യയിൽ വിൽക്കുന്ന നമ്മുടെ മനോരോഗത്തിന്റെ മരുന്നിന്റെ 33% വിൽക്കുന്നത് കേരളത്തിലാണ്. മിസ്റ്റർ രാമേന്ദ്രൻ നായരോടാണ്. തിരുമല തൃക്കണ്ണാപുരം പാലം ഇപ്പോഴും പണി പൂർത്തി. ഇത് മൺമറഞ്ഞു പോയ ബി വിജയകുമാറിന്റെ കാലത്ത് ചെയ്തതാണ്. തിരുമല മൺമറഞ്ഞു പോയ ബി വിജയകുമാറിന്റെ കാലത്ത് ചെയ്താണ് തിരുമല തൃക്കണ്ണാപുരം പാലം. അതേപടി കിടക്കുന്നു. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണി ഇതുവരെ പൂർത്തിയായില്ല. രണ്ടാമതായി പൂജപ്പുര, ഞാൻ അവിടെ താമസിക്കുന്ന ആളാണ്, പൂജപ്പുര ചെങ്കള്ളൂർ പമ്പ് ഹൗസിൽ ആ മാൻഹോളുകൾ ഓവർഫ്ലോ ചെയ്ത് ആ വെള്ളം, ഡ്രെയിനേജ് വെള്ളം ഓടയിൽ കൂടി ചെന്ന് കരമന ആറ്റിലെത്തുന്നു. അതാണ് പമ്പ് ചെയ്ത് ജനങ്ങൾക്ക് കുടിവെള്ളമായി കൊടുക്കുന്നത്. ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പണി ഇതുവരെ നടന്നിട്ടില്ല. മുടവ് മുതൽ സത്യൻ നഗർ 11 കോടി രൂപയുടെ പാലം പണി പൂർത്തിയാക്കുമെന്ന് ശ്രീമാൻ ശിവൻകുട്ടി 2006 വന്നത് മുതൽ പറയുന്നു. ഇതുവരെ അത് ബഡ്ജറ്റ് അലോക്കേഷനിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശിവൻകുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഒരു MLAക്ക് MLA ഫണ്ട് വർഷത്തിൽ 1 കോടി രൂപയും അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടായിട്ട് 5 കോടി രൂപയുമാണ് ഒരു MLAക്ക് കിട്ടുന്നത്. അതിൽ ആദ്യത്തെ 2011-12 കാലത്ത് ഒരു MLAക്കും ഈ 5 കോടി രൂപ കൊടുത്തിട്ടില്ല. അപ്പോൾ ആകെ ലഭിച്ചത് ബാക്കി വരുന്ന 4 കൊല്ലത്തെ 5 × 4 അത് 20 കോടി രൂപയും 5ഉം കൂടെ ചേർത്ത് 25 കോടി രൂപയാണ് എല്ലാ MLAമാർക്ക് കിട്ടിയത്. ഇവിടെ നടത്തിയ വികസനം ആകെ പരിശോധിച്ച് നോക്കിയാൽ 100 കോടിക്ക് മുകളിൽ വികസനം ഈ നിയമമണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. ആറ്റുകാൽ കോംപ്ലക്സ് അല്ല, ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാസ്റ്റർ പ്ലാന്റാണ് താങ്കൾ ഉദ്ദേശിച്ചത്, കോംപ്ലക്സ് അല്ല.
ആ മാസ്റ്റർ പ്ലാന്റ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വിഭാവന ചെയ്ത് അതിനെടുത്ത കമ്മിറ്റിയിൽ ശിവൻകുട്ടി ചെയർമാനും കസ്തൂരി രംഗൻ സെക്രട്ടറിയുമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ആറ്റുകാലിലേക്ക് വരുന്ന ആ വലിയ പാലം ഇടതുപക്ഷ ജനാധിപത്യയുടെ നേതൃത്വത്തിൽ ഫണ്ട് ഉപയോഗിച്ച് തുറക്കപ്പെട്ടത്. എന്നാൽ UDF അധികാരത്തിൽ വന്നപ്പോൾ ശിവൻകുട്ടിയെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി ശിവകുമാറിനെ ചെയർമാൻ സ്ഥാനത്ത് അവരോധിച്ചു. അതിനുശേഷം ഒരു കമ്മിറ്റി പോലും കൂടിയിട്ടില്ല. വളരെ രേഖാമൂലം പറഞ്ഞ രേഖയാണ്. അതിൻ്റെ ഉത്തരവാദി UDF ആണ്. ഈ തിരുമല വികസനത്തെ സംബന്ധിച്ച് ഈ തിരുമല പദ്ധതി വികസിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ശിവൻകുട്ടിയുടെ നേതൃത്വ പ്ലാൻ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം. അത് ഇവിടെയുള്ള എബ്രഹാം മെമ്മോറിയൽ ഞാൻ പറഞ്ഞത് എബ്രഹാം മെമ്മോറിയൽ അതിന്റെ കരട് രേഖ പ്രസിദ്ധീകരിച്ചു. ഗവൺമെന്റ് പാലത്തിന്റെ അപ്രോച്ച് ഇവിടെയുള്ള സ്കൂളുകൾക്ക് നൽകിയ ബസ്, കമ്പ്യൂട്ടർ ലാബ്, റോഡ്, 11 കുളം അതൊക്കെ അവർക്ക് എത്തിയ കണ്ണടച്ച് പറയുന്നതാണ്. കഴിഞ്ഞ കാലത്ത് ഒരു ഗവൺമെന്റ് ഭരിച്ചിരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ വില പിടിച്ചു നിർത്താൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാതില്ല, ഇവിടെ എല്ലാവർക്കും അറിയാം. അതിന് വേണ്ടിയിട്ട് ആ നിത്യോപയോഗ സാധനം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എല്ലാ മാവേലി സ്റ്റോറുകളിലും മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ നീണ്ട ക്യൂ ആയിരുന്നു എല്ലാ ദിവസവും. ഒരു ദിവസമല്ല. അതിന് അതേ സമയത്ത് ഇപ്പോഴത് തടയുന്നതിനും ചെയ്തില്ല. വിലക്കയറ്റം അവർക്കൊരു പ്രശ്നമല്ല. 2 രൂപയ്ക്ക് അരി കൊടുക്കും നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൊടുത്തില്ല. ഞങ്ങൾ 1 രൂപയ്ക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലം അരി കൊടുത്തു. 98 ലക്ഷം പേർക്ക് അരി കൊടുത്തു. അത് തീർച്ചയായിട്ടും പരിശോധിച്ച് നോക്കണം. ആവശ്യമുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. അത് CPM-കാർ വാങ്ങിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പാവപ്പെട്ട ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. വിലക്കയറ്റം തീർച്ചയായിട്ടും കൃത്യമായ സമയങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, അത് പരിഹരിച്ചിട്ടുണ്ട്. അതോടൊപ്പം 1 രൂപയ്ക്ക് അരി കൊടുക്കുന്നത് പറഞ്ഞ മാത്രമല്ല, ഇപ്പോൾ അരി സൗജന്യമായി കൊടുക്കുകയും ചെയ്യും. വിലക്കയറ്റം സ്വാഭാവികമായി ഇവിടെ മാത്രമല്ല, പെട്രോളിന്റെ വില അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആവശ്യമുള്ള സാധനം സ്റ്റേറ്റ് സപ്ലൈ ചെയ്യണം. ഈ ഇടനിലക്കാരെ ഒഴിവാക്കണം. മാർക്കറ്റിൽ ഇടപെടുന്നില്ല. ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഈ അവരുടെ കൊണ്ടുവരുന്ന മുതലാളിയുടെ അല്ലെ കച്ചവടക്കാരുടെ ലാഭവും കൂടി ചേർത്താൽ 1 കിലോയ്ക്ക് കൂടി പോയാൽ 50 പൈസയുടെ വർധന ഉണ്ടാവും. ഈ പറയുന്ന ആളുകൾ പെട്രോളിന്റെ വിലയല്ലേ ആദ്യം കുറയ്ക്കേണ്ടത്? ഞാൻ ഇപ്പോൾ പെട്രോളിന്റെ കാര്യം പരിശോധിച്ചാൽ മതി. സ്വാഭാവികമായും സാർ പെട്രോളിന്റെ വില കുറഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന വില ഓട്ടോമാറ്റിക്കായി കുറയും. ഈ തമിഴ്നാട് പോയി തക്കാളി 24,000 കോടി രൂപ കഴിഞ്ഞ 20 മാസം കൊണ്ട് BJP സർക്കാർ, മോദി സർക്കാർ പാവപ്പെട്ട ജനങ്ങളുടെ ഇത് പിടിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെ? ഈ പെട്രോളിന്റെ ലാഭത്തിൽ നിന്നും 125 എക്സൈസ് ഡ്യൂട്ടി 125% വില കുറഞ്ഞപ്പോഴും അതനുസരിച്ചിട്ട് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. $110 ഒരു ബാരലിന് വിലയുണ്ടായിരുന്ന കാലത്താണ് ബഹുമാനിയായ മോദി. അതല്ല ക്ലിയർ ആയില്ല. അത് ഞാൻ കാര്യം ക്ലിയർ ആയില്ല. അപ്പോൾ വില കൂടുമ്പോൾ പെട്രോളിന് വില കൂടുകയും വില കുറയുമ്പോൾ പെട്രോളിന് വില കുറയുകയും ചെയ്യുന്നത് മൻമോഹൻ സിംഗ് നടപ്പിലാക്കിയ നയമാണ്. യഥാർത്ഥത്തിൽ വില കുറഞ്ഞു. ഇപ്പൊ 46 ഇന്നലെ കണ്ട ബ്രന്റ് ക്രൂഡിന് ഒരു 46 എന്തോ ആവട്ടെ 110ന്റെ പകുതിയിൽ താഴെ വന്നോ? അപ്പോൾ ആനുപാതികമായി 74ന്റെ പകുതിയിൽ താഴെ വരേണ്ടതാണ് പെട്രോൾ. 60 വർഷക്കാലമായിട്ട് നിങ്ങൾ ഈ ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് നോക്കൂ. 5 ലക്ഷം കോടി രൂപ ഓരോ ബഡ്ജറ്റ് കഴിയുമ്പോഴും കടമാണ്. അതിൽ 4.5 ലക്ഷം കോടി രൂപ പലിശ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വികസന പ്രവർത്തനത്തിന് കിട്ടുന്നത് വെറും 90 ലക്ഷം രൂപ, 90,000 രൂപ. പ്രചരണ വിഷയമാക്കിയാണ് നിങ്ങൾ ഈ വിലവർധന കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. അതല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ല. അതിന് മാറ്റം വരണം. നിങ്ങൾ 25,000 കോടി രൂപ ഞങ്ങൾക്ക് ഈ സബ്സിഡി, ഈ എക്സൈസ് ഡ്യൂട്ടി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. കേരളത്തിന്റെ റോഡ് വികസനത്തിന് മാത്രം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നിതിൻ ഗഡ്കരി വന്നപ്പോൾ 33,700 കോടി രൂപ ഈ കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. വികസനം വരികയാണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യമാവണം, കാണണം. ഞങ്ങൾ പറയുന്ന വികസനം എന്താ? കൃത്യമായി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി എണ്ണി പറയുന്നു. ആ വികസനം കാണുന്നു, മെട്രോ കാണുന്നു, വിഴിഞ്ഞം കാണുന്നു. അതോടൊപ്പം കാരുണ്യ. നേരത്തെ ഞാൻ സംസാരിച്ചപ്പോ ഞാനൊന്ന് പറഞ്ഞു ചേർക്കട്ടെ. ഞാൻ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ കേട്ടല്ലോ. ശരി, ചോദിക്കാം. ഈ മെട്രോയിൽ കേരളത്തിൽ യാത്ര ചെയ്ത ആരുണ്ട്? പിന്നെ ഞങ്ങൾ മെട്രോ നടത്തിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെന്റുകളെ തുടർച്ചയാണത്.
ഇത് ശിവൻകുട്ടി സഖാവ് ഇത്തവണ നേമത്ത് മത്സരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇറക്കി വിട്ടിട്ടുള്ള ഒരു വികസന രേഖ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇറക്കി വിട്ടതാണ്. ഇതിനകത്ത് ഒരു 31-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പൊള്ളലേറ്റു മരിച്ച അശ്വതിയുടെ മക്കളായ ദേവദത്തിനും ദേവനന്ദയ്ക്കും പാപ്പനംകോട് ശ്രീചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്തിയതിന്റെ ഫോട്ടോ അടക്കം പ്രസിദ്ധീകരിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന നിയോജക മണ്ഡലത്തിന് വേണമോ വേണ്ടയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് പാപ്പനംകോട് ഒരു വൈദ്യുതി സെക്ഷൻ ഓഫീസ്. ഞാൻ പാപ്പനംകോട് താമസിക്കുന്ന ആളാണ്, 24 വർഷമായിട്ട്. ഞാൻ ഇന്ന് രാവിലെ എണീച്ച് നോക്കിയിട്ട് പോലും ഈ സാധനം കണ്ടിട്ടില്ല. പാപ്പനംകോട് സെക്ഷൻ ഓഫീസ് എന്ന് പറയുന്നത് MLA ഫണ്ടല്ല, MLA അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടാണ്. ആ അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്നും 1 രൂപ പോലും MLA മാറ്റിവെച്ചാൽ അത് കേരളത്തിലെ ധനകാര്യ വകുപ്പ് പോലും കണ്ടതിന് ശേഷം മാത്രമേ സാങ്ഷൻ ചെയ്യാൻ പറ്റൂ. ഇതിലേക്ക് ആവശ്യമായ ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്, അത് ഗവൺമെൻറ്റിൽ കിടക്കുകയാണ്. അതാണ് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ MLA അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടാണ്, ഫണ്ട് ഉപയോഗിച്ചതാണ്. ഫണ്ട് തീർന്നില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അദ്ദേഹം കൂടി ഇടപെട്ട് അവിടുത്തെ SFI സംഘടനയെ കൊണ്ട് പറയട്ടെ ഞാൻ പറഞ്ഞു SFI സംഘടനയെ കൊണ്ട് ഇട്ടത് ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. താങ്കൾ സ്റ്റുഡന്റ് അല്ലല്ലോ ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. അപ്പൊ ഈ പറയുന്ന ഇത് ഒരു വാക്കാലെ ഉള്ളതല്ല, ഇത് ഒരു സാക്ഷ്യപത്രമാണ്. ഇതിലുള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി കേരളത്തില് അല്ലെങ്കിൽ നിയമമണ്ഡലത്തിൽ ഇന്നും ഇത്രയും വികസനം നേടി എന്ന് പറയുന്ന MLA ഉള്ള സ്ഥലത്ത് കുടിവെള്ളത്തിന് വേണ്ടി അടുക്കള വേഷത്തിൽ പെൺകുട്ടികളും പെണ്ണുങ്ങളും റോഡിലിറങ്ങി സമരം ചെയ്യുന്ന ഒരു മണ്ഡലത്തിലേക്ക് എങ്ങനെയാ സാർ വികസനം വരുന്നത്? BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ ലത്തൂറിൽ വെള്ളമില്ലാതെ 4 മൃഗങ്ങളും മനുഷ്യരും നേമത്തെ കുടിവെള്ള പ്രശ്നം ആലോചിക്കുമ്പോൾ ഈ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളുമായി താരപ്പെടുത്തി നോക്കിയാൽ സത്വരമായ നടപടി കൈക്കൊണ്ട ഒരു സ്ഥലമാണ് നേമം. ആദ്യത്തെ ചോദ്യം ഹരിസാറിനോട്. ഇവിടുത്തെ വികസനത്തെ പറ്റിയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചു. നിങ്ങളുടെ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പൊതുക്കടം കേവലം 74,000 കോടി രൂപയായിരുന്നു എന്ന് കഴിഞ്ഞ എക്കണോമിക് സർവേ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ പൊതുക്കടം 1,54,000 കോടി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ മാസം പോലെ ഇറങ്ങി പോണ പോക്കിനും 1000 കോടി രൂപ പൊതുക്കടം എടുത്തിരിക്കുന്നു. ഇനി ഒരു അവസരം കൂടി നിങ്ങൾ തന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്തായിരിക്കും, എങ്ങനെയാണ് നിങ്ങളിത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാം. ഇനി പത്മകുമാർ സാറിനോട് ചോദിക്കാനുള്ളത്, ഗുജറാത്ത് മോഡൽ അല്ലെ ഗുജറാത്തിനെ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ വികസനം നോക്കേണ്ടത്, അതിനാണ് വോട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങയുടെ ഗുജറാത്തിൽ ഇത്രയും നാൾ നടന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രി പ്രൈം മിനിസ്റ്ററുമായി കഴിഞ്ഞപ്പോൾ പിന്നീട് നടന്ന ഒരൊറ്റ ബൈ ഇലക്ഷനിലും ഗുജറാത്തിൽ BJP ജയിച്ചില്ല. മിനിഞ്ഞാന്ന് നടന്ന മുനിസിപ്പൽ കോർപ്പറേഷനിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജനപിന്തുണ? താങ്കൾ ആദ്യം ഉത്തരം പൊതുകടം ഇരട്ടിയായി. ഇല്ല ഉത്തരം ഇല്ല. നിങ്ങൾ തമ്മിലല്ല തർക്കം, നിങ്ങൾ തമ്മിലല്ല. ഇല്ല ഇല്ല നിങ്ങൾ തമ്മിലുള്ള തർക്കമല്ല. പൊതുകടം ഇരട്ടിയാവും. ഇൻവെസ്റ്റ്മെന്റ് അത്രയുമാണ്. വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അത്രയുമാണ്. വീണ്ടും നമ്മൾ 5 വർഷം അധികാരത്തിൽ വരുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന പൈസയിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് ലാഭം, ഇവിടെ വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് വലിയ വരുമാനമാണ്. ആ വരുമാനം വരുമ്പോൾ സ്വാഭാവികമായി ഈ പണം അധികമായി വരും, അധിക വരുമാനമായി വരും. 60 കൊല്ലമൊന്നുമല്ല, 60 കൊല്ലമൊന്നും വേണ്ട, 60 കൊല്ലമൊന്നും വേണ്ട. അത് നിങ്ങളുടെ കാലത്താണ് 60 കൊല്ലം. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന എല്ലാ പദ്ധതികളിൽ നിന്നും ലാഭം ഉണ്ടാക്കാൻ ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ചെയ്തിരിക്കും. പിന്നെ ഗുജറാത്തെ സംബന്ധിച്ചിടത്തോളം താങ്കൾ വായിച്ചിട്ടുള്ളത് ദേശാഭിമാനി മാത്രമായിരിക്കും. അതുകൊണ്ടാണ് താങ്കൾക്ക് ഇത് മനസ്സിലായത്. ഗുജറാത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചിട്ടുണ്ട്. 1% പോലും സംഘടനാ തലത്തിലോ ജനങ്ങളുടെ വിശ്വാസത്തിലോ കുറവില്ല. പിന്നെ നിങ്ങൾ ഗുജറാത്താണ് മാതൃകയാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന, അതിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം ഗുജറാത്താണ്. ഞാൻ ഇവിടുത്തെ സരിതയല്ല, ഇവിടുത്തെ കേരളത്തിൽ ഉപയോഗിച്ചല്ല. ഒരു കാര്യം, 24 മണിക്കൂറും കർഷകർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വൈദ്യുതി കൊടുക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. BJPയുടെ ഇന്നത്തെ ദേശീയ സംവരണ നയം എന്താണെന്ന് സാറിന് വ്യക്തമാക്കാൻ കഴിയൂ?
ഇത്രയും നാളായിട്ട് വ്യക്തമായ ഒരു ദേശീയ സംഭരണ നയം പ്രഖ്യാപിക്കാൻ ഈ സർക്കാരിന് കഴിയാത്തത് എന്താണ്? അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. നരേന്ദ്രമോദി വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, എന്റെ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന അനുസരിച്ച് നിലവിലുള്ള സംവരണത്തിൽ യാതൊരു മാറ്റവും പാടില്ല, മാറ്റം വരുത്തില്ല. യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് കൂച്ചുവിലടങ്ങുന്ന ഒരു സമ്പ്രദായമാണ് ഞാൻ കാണുന്നത്. കാരണം യൂണിവേഴ്സിറ്റികളിലെ യുവാക്കളാണ് പുതിയ ചിന്തകൾക്ക് തീനാളം കൊളുത്തുന്നത്. അവിടെ ക്യാമ്പസിനുള്ളിൽ സ്വന്തമായിട്ട് ചിന്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം. ഉദാഹരണമായിട്ട് കനയ്യകുമാറിനെ പോലെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട്. ഇങ്ങനെയല്ല ഈ പരിപാടി. എന്ത് ചോദിക്കണമെന്ന് രാജ്യത്തെമ്പാടുമുള്ള അസഹിഷ്ണുത, അസഹിഷ്ണുതയുടെ പദമാണ് മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും എതിരായിട്ടുള്ള അസഹിഷ്ണുതയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ നടക്കുന്നത്. ഈ അസഹിഷ്ണുത കലാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ള നിലയിൽ ഈ കലാശാലകൾക്കകത്ത് ഇന്ത്യയിലെ നിലവിലുള്ള നിയമങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. നിങ്ങൾ ഭരണഘടനയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 2-3 കാര്യങ്ങൾക്ക് വിലക്കുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അത് മനസ്സിലാക്കണം. ഒന്ന്, പൊതു ആരോഗ്യത്തിന് വിരുദ്ധമായി ഒന്നും പറയാൻ പറ്റില്ല. പൊതു ധാർമ്മികതയ്ക്കെതിരായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ ധരിച്ചിരിക്കുന്ന തുണിയകത്ത് കളഞ്ഞിട്ട് ഇവിടെ നടക്കാൻ പറ്റുമോ? എന്നോട് പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരു നിയമങ്ങളുണ്ട് സാർ. പൊതു ധാർമ്മികതയ്ക്ക്, പൊതു ആരോഗ്യത്തിന്, പൊതു ക്രമസമാധാനത്തിന് ഇതെല്ലാം വിധേയമായത് മാത്രമേ നിയമമുള്ളൂ. നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൊട്ടിഘോഷിച്ച ഒരു പ്രോഗ്രാമാണ് മേക്കിംഗ് ഇന്ത്യ പ്രോഗ്രാം. കോടികൾ ഇങ്ങനെ വിദേശത്ത് നിന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലും നിയമമണ്ഡലത്തിലും ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണ് കേന്ദ്രം മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി വന്നത്? ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടാണ്. മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിൽ ഗവൺമെന്റ് കുറെ പൈസ കൊണ്ട് ഇടുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ സംരംഭകരുണ്ടായി, അതിനു വേണ്ടിയിട്ടാണ് സ്കിൽ ഡെവലപ്മെന്റ്, അതുപോലെ മറ്റേ സ്റ്റാൻഡപ്പ് പദ്ധതികൾ ഈ പ്രചാരത്തിൽ വന്നിട്ട് ഈ ഇവിടുത്തെ സംരംഭകർ കൂടി ചേർന്ന് പദ്ധതികൾ കൊടുത്താൽ കേന്ദ്ര ഗവൺമെന്റിന് സഹായം കിട്ടും. അതിന് നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങളുടെ MLA ആണ്. അദ്ദേഹത്തിന് അതിന് സമയമില്ല. ഞാൻ തിരുമല നിവാസിയാണ് സർ. തിരുമല പ്രദേശത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാമെന്ന് വാക്കുകൊടുത്തുകൊണ്ടാണ് അധികാരത്തിലെത്തിയത്. എന്താണ് തിരുമലയിലെ മാർക്കറ്റിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നാളിതുവരെ ഈ MLA എടുത്ത നിലപാടെന്താണ്? ഇവിടെ ഒരു വില്ലേജ് ഓഫീസുണ്ട്. ആ വില്ലേജ് ഓഫീസ് കഴിഞ്ഞ 100 വർഷമായിട്ട് ആ വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിഞ്ഞ് താഴെ വീഴായിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നു ഞാൻ 40 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ 5 വർഷമായി ഈ MLAക്ക് കൊടുത്തിട്ടുള്ള നിവേദനത്തിൽ ഈ വില്ലേജ് ഓഫീസ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു എന്നുള്ളൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനൊരു പരിഹാരം കാണുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. സമ്പൂർണ്ണമായി ഒരു പരാജയമാണ് കഴിഞ്ഞ 5 വർഷം ഈ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ, ജലദൗർബല്യത്തിന്റെ കാര്യത്തിൽ ഈ നിയമമണ്ഡലത്തിൽ 4 കുളങ്ങൾ കുഴിച്ചു കഴിഞ്ഞു. ആലപ്പുറം കുളം, മങ്കാട് കുളം, തച്ചൻകുളം കുളം, കോട്ടുകോണം കുളം. അതിന് പുറമെ 17 കുളങ്ങൾക്ക് ഫണ്ട് നീക്കി വെച്ചിരിക്കുകയാണ്. 17 കുളങ്ങൾക്ക്. എന്ന് മാത്രമല്ല ഇവിടുത്തെ ഡ്രെയിനേജ് വിഷയത്തിനും കുടിവെള്ള പ്രശ്നത്തിനും ഡ്രെയിനേജ് വിഷയത്തിന് PHED പിന്നെ പബ്ലിക് വാട്ടർ അതോറിറ്റി MDയുടെ മുമ്പിൽ MLA ഉൾപ്പെടെ പോയി നിരാഹാരം ഇരുന്നില്ലേ? നിങ്ങളുടെ ഏതെങ്കിലും കൗൺസിലർ പോയോ? MLA ആണ് പോയത്. ഇവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന MLAക്ക് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ മാത്രം കഴിയുമോ? അതിന് ഫണ്ട് അലോട്ട് ചെയ്യണം. അത് അലോട്ട് ചെയ്യാതെ വന്നു. അതിന് ബന്ധപ്പെട്ട വകുപ്പ് ചെയ്യാതെ വന്നപ്പോൾ അതിന് മുമ്പിൽ പോയി നിരാഹാരം ഇരുന്നാണ് ശിവൻകുട്ടി. അത് മറന്നുപോകരുത്. ഇവിടുത്തെ കൗൺസിലർമാർക്ക് ഒരു പങ്കില്ലേ? കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് പങ്കില്ലേ? വിളപ്പശാല വേറെ വിഷയം എടുക്കുന്നത് പറയാം. ഈ വികസനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ
നിങ്ങൾ BJP ആയിട്ടും കോൺഗ്രസുമായി ചിന്തിക്കാതെ മനുഷ്യനായി ചിന്തിച്ചാൽ ഈ നിയമമണ്ഡലത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ ഇതുവരെയും ഈ കേരളം ആയെടുത്ത് നോക്കിയാൽ വികസനം നടത്തിയ ഒരാളാണ് MLA. കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഈ നാട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പല മാമാങ്കങ്ങളും നടത്തിയിട്ടുണ്ട്. അതായത് അർഹതയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാത്തവർക്ക് കൊടുക്കുന്ന ഒരു സംഗതി. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. സാധാരണ ഒരു ക്ലർക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ ഉദ്യോഗസ്ഥനോ ശരിയായി ജോലി ചെയ്തിരുന്നെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന ആനുകൂല്യങ്ങളാണ് അതിനേക്കാൾ 10 ഇരട്ടി കാശ് മുടക്കി ഈ പറയുന്ന സംഗതികൾ നടത്തി അങ്ങനെയാണ്. ഭരണചക്രം ശരിയായി തിരിഞ്ഞാൽ ഇതിന്റെ ആവശ്യമില്ല. താങ്കൾ ജനസമ്പർക്ക പരിപാടി 3 വർഷമാണ് നടത്തിയത്. താങ്കൾ പറഞ്ഞ മാമാങ്കത്തിലൂടെ 8 ലക്ഷം ആളുകൾക്കാണ് നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കൊടുത്തത്. ഏകദേശം 800 കോടി രൂപ ഇവിടുത്തെ ആളുകൾ കൊടുത്തു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഞാൻ അതുപോലെ പറയാണ്. അദ്ദേഹത്തെ ഒരു വില്ലേജ് ഓഫീസറായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ഒരു പിയൂണായി വേണമെങ്കിലും പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മാമാങ്കമല്ല, ഇവിടുത്തെ 8 ലക്ഷം ജനങ്ങളുടെ പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടത്. സർക്കാർ സംവിധാനം ശരിയായി നടപ്പാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു. ഈ ഡിസ്ട്രിക്ട്, ഈ കേരളം, ഈ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് നേരിട്ട് അക്സസ് ഉള്ള സംസ്ഥാനമാണ്. കഴിഞ്ഞു അതിന്റെ ഉത്തരം. കേരളത്തിൽ 2544 ഏക്കർ ഭൂമിയാണ് ഇപ്പോൾ കടുംവെട്ട് വെട്ടി സമ്പന്നമാർക്ക് കൊടുത്തത്. ഈ കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം EMSന്റെ ഗവൺമെന്റാണ്. ആ ഭൂപരിഷ്കരണ നിയമത്തിൽ കൂടി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ഇന്ന് കുടികിടപ്പ് അവകാശവും അവന് കിടക്കാൻ അവകാശവും കൊടുത്ത EMS ഗവൺമെന്റാണ്. ഞാൻ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആ സമയത്ത് EMS ഭവന പദ്ധതി കൊണ്ടുവന്നു. MN ഗോവിന്ദൻ നായർ ലക്ഷം വീട് പദ്ധതി കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഒരു പദ്ധതി കോൺഗ്രസിനോ BJPക്കോ ഒരു വീട് ഒരു പാവപ്പെട്ടവർ നൽകിയ കാര്യം പറയാമോ? അവസാനിപ്പിക്കും ശ്രീ രാമേന്ദ്രൻ നായർ. 30 സെക്കൻഡിൽ താങ്കൾ ഉത്തരം പറയണം. എന്തുകൊണ്ട് V ശിവൻകുട്ടിക്ക് വീണ്ടും നേമത്തെ ജനങ്ങൾ വോട്ട് ചെയ്യണം? ഈ നിയമമണ്ഡലത്തിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ട കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 23 മാസക്കാലമായി നടപ്പിൽ വരുത്തിയ ജനക്ഷേമ പദ്ധതികൾ, അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ വികസനത്തിന് മുരടിപ്പിന് ഉത്തരവാദികളെ ഈ 2 മുന്നണികളുടെ ഭരണം മാറ്റാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ചെയ്തിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുഭവിച്ചറിയാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും ആരോഗ്യം. ഈ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഞങ്ങൾ തുടരും. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ട് ജനങ്ങൾ തരും. ഒരു സംശയവുമില്ല. കേരള കുരുക്ഷേത്രം നേമം നിയോജക മണ്ഡലത്തിൽ പൂർണ്ണമാവുകയാണ്.